ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബീഫ് കറിക്ക് ടേസ്റ്റ് കിട്ടാൻ ബീഫിൻ്റെ കൂടെ കുറച്ച് നെയ്യും കുറച്ച് എല്ലും ഇടുന്നത് നല്ലതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബീഫ് കഴുകി ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അന്നേരം ഇതിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. മസാലയെല്ലാം നമുക്ക് ചൂടാക്കിയെടുക്കാം. ആദ്യം ഒരു 2 സ്പൂണോളം മുളക് പൊടി ഇടാം. നമുക്ക് പിന്നെ വേണമെങ്കിൽ നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴേ നമുക്ക് അതിലിടാം. 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്ക് നല്ലപോലെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ചൂടാക്കിയ മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ബീഫിൽ മസാലയൊക്കെ പുരട്ടി ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് പിന്നെയാണ് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഈ ബീഫ് വേവുമ്പോഴത്തേക്ക് വരും. അതുപോലെ നല്ല പ്രഷറുള്ള കുക്കറാണെങ്കിൽ 2 വിസിലടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാൻ 2 വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ. ചൂടുണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ വേവ് കണ്ടോ. ഇത്രയും വേവേ ആവാം. ഓവർ വേവായാൽ നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. വെള്ളം ചേർക്കാതെയാണ് ബീഫ് വേവിച്ചെടുത്തത്. വെന്ത് വന്നപ്പോഴത്തേക്ക് ബീഫിൻ്റെ ഉള്ളിലെ വെള്ളവും നെയ്യും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കറി വെക്കാനായി ഒരു ചട്ടി ചൂടാവാൻ വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവുമ്പോൾ കടുകും ഉലുവയും കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴ് സവാളയിൽ ഉപ്പ് ചേർക്കുന്നില്ല. നല്ലപോലെ സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ബീഫ് കറിക്ക് സവാളയെക്കാട്ടിലും കൊച്ചുള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. കൊച്ചുള്ളിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും കൊച്ചുള്ളിയും നല്ല രീതിക്ക് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്. തക്കാളിയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സ്റ്റേജിലാവുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ബീഫ് വേവിച്ചപ്പോഴേ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണ് വേവിച്ചത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി അടുത്തതായി ബീഫ് കറിയുടെ മെയിൻ ഐറ്റമായ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം.
ബീഫ് കറിയിൽ പച്ച തേങ്ങ കടിക്കുമ്പം വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇനി ബീഫ് കറി വയ്ക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതുവരെ മസാലപ്പൊടി ചേർത്തിട്ടില്ല. മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതും ഗരം മസാല പൊടിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള ഗരം മസാല പൊടിയാണ്. അല്ലാതെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് മീറ്റ് മസാലയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ബീഫ് കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇന്നത്തെ ഈ ബീഫ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ബീഫ് കറിയുടെ കൂടെ ഇന്ന് ഞാൻ കപ്പയും പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കപ്പ വേഗം വെച്ചിട്ടുണ്ട്. വേവിച്ചെടുത്ത കപ്പയിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കറിവേപ്പിലയും കാന്താരിമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചെടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ കപ്പ ഇളക്കി എടുക്കുന്നത്. കേരള സ്റ്റൈൽ നാടൻ കപ്പയും ബീഫും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.